എനിക്ക് 3rd സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ഈ ഒരു മാസമായിട്ട് ഞാൻ അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് നടക്കുവാണ്. 12-ാം തീയതി എന്റെ ഫസ്റ്റ് കീമോതെറാപ്പി സ്റ്റാർട്ടാണ്. ഈ ഒരു മന്തിൽ എന്നെ സഹായിച്ച ഞങ്ങളുടെ ഡോക്ടറിലൂടെ കുറെ നേഴ്സുമാർ ചേച്ചിമാരുണ്ട്. ഞാൻ അറിയാതെ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഈ ഫോക്കറിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് അസുഖമാണെന്നറിഞ്ഞ ആ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം. നാടിയുടെ കയ്യിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നാട്ടിലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന മോഹം ഡോക്ടർ ഗംഗാധരൻ. 2008 കാരിത്താസില് കേരളത്തിൽ നടന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ മമ്മിയെ കൊണ്ട് 44-ാമത്തെ വയസ്സിൽ എന്റെ മമ്മിയെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളാണിത്. ഇന്ന് എന്റെ മമ്മിയുടെ വയസ്സ് 61. ഈ ഒരു മാസം ഞാൻ കൂടുതൽ ശ്രമിച്ച് ഡോക്ടറെ ഒന്ന് കാണാൻ. ഇടയ്ക്ക് ഡോക്ടർ ജോലി ചെയ്യുന്നില്ലാന്ന് അറിഞ്ഞു, പിന്നെ ലക്ഷോറിലുണ്ടെന്ന് അറിഞ്ഞു. എങ്കിലും വിഷമമോ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണോ എന്ന് എനിക്ക് അറിയില്ല. 2 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഡോക്ടർ ഗംഗാധരനെ കണ്ടതിലേക്ക്. അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുന്നത് അറിയില്ല. ഒരുപാട് പേരെ ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ. ഞാൻ എന്റെ ലൈഫിൽ ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ദൈവമേ തിരിച്ചു കൊണ്ടുവരണേ ഇനിയുള്ള രോഗികൾക്ക് വേണ്ടി. അങ്ങനെ കാര്യം ഉണ്ടായിരുന്നു. അത് എനിക്കൊക്കെ സാറിന് അറിയാം. എന്ന് വേറെ ഒരാൾക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ പറയുന്നത് പറയുന്നത്, ഞാനൊരു നേഴ്സാ. ഒരു ഷിഫ്റ്റ് തീരുന്ന സമയം നമ്മുടെ മുമ്പിൽ ഒരു രോഗി വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖം മാറുമോ ഇല്ലയോ? മാറും. അയ്യോ ഈ ടൈമിലാണോ വന്നേ, ഇതിന്റെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു, എന്നാൽ ഇതിന് നേരത്തെ വന്നൂടെ? ഇങ്ങനെ ചോദിക്കുന്ന വ്യക്തികളാണ് നേഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും 150 പേരും. ആണോ അല്ലയോ? ആണ്. പക്ഷേ ഇതങ്ങനെയല്ല. അതിനല്പമാണ് ഇന്ന് എന്റെ മമ്മി പറഞ്ഞ കാര്യമാണ്. എന്റെ പപ്പയും മമ്മിയും ഫോളോപ്പിന് വേണ്ടി കാരിത്താസിൽ ചെന്നു. രാവിലെ ചെന്നു. ആ ഒരു ഉച്ച സമയമായിട്ട് മമ്മിയുടെ ഡോക്ടർ നമ്പർ വിളിക്കണില്ല. അപ്പൊ അവിടെ ഇരുന്ന സിസ്റ്ററിനോട് പോയി മമ്മി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇന്നത്തെ ഡേറ്റ് ആണോ? അല്ല, വേറൊരു ദിവസമായിരുന്നു വരേണ്ടത്. പക്ഷെ തെറ്റി എന്റെ പേരൻസ് അവിടെ ചെന്നു. അവരൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി. കാരിത്താസ് തെള്ളതാണ്. അവർ തിരിച്ചു കോട്ടയം എത്തിയപ്പോൾ ഡോക്ടർ പപ്പയെ വിളിച്ചു. എന്നെ കാണാൻ വന്ന ഒരു രോഗിയും തിരികെ പോകുന്നത് എനിക്ക് സഹിക്കില്ല. അവിടെ വെച്ച് ഡോക്ടറെ കണ്ടപ്പോ പപ്പ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളെ തെറ്റാ. അപ്പൊ ഡോക്ടറെ വെച്ചൊരു ചോദ്യമുണ്ട്, തെറ്റു പറ്റാത്ത മനുഷ്യന്മാരുണ്ടോ? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, same with the stethoscope. It's absolutely right, doctor. Thank you so much for